ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചന്തേരി കോട്ടൺ സാരിയാണ് അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരിക്കലും ഇത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ചോദിച്ചവർക്കൊന്നും തന്നെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഇല്ലാത്ത കളേഴ്സും കൂടി ഈ തവണ എനിക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കൂടുതലും ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം, എടുത്തിട്ടുള്ളവർക്കറിയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 765 വരുന്നത്. നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഇതിൻ്റെ പല്ലുവിൽ വരുന്നു, വിത്ത് ബ്ലൗസാണ്. പിന്നെ ബോർഡറിൽ ചെറിയൊരു ബോർഡർ ഇങ്ങനെ വരുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കൊന്ന് കാണാം. ഇതൊരു ചെങ്കല്ല് ഷെയ്ഡിനോട് സാമ്യമുള്ളൊരു കളർ പാറ്റേൺ ആട്ടോ. ഇതിൽ വന്നിരിക്കുന്ന പല്ലു പോർഷൻ എങ്ങനെയാണ് വരിക, ഈ ഡിസൈനിൽ മാത്രം മാറ്റമുള്ളൂ. ഞാൻ അതുകൊണ്ട് ഈ സാരിയൊന്നും വിടർത്തുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. സൈഡിൽ ചെറിയൊരു ബോർഡറും കൂടെ വരുന്നുണ്ട്, വിത്ത് ബ്ലൗസാണ്. പിന്നെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. നെക്സ്റ്റ് ഡിസൈനാണിത്. ഡിസൈനുകളെല്ലാം ഡിഫറെൻ്റാണ്, ബാക്കിയെല്ലാം സെയിമത്തെ ഡിസൈൻ. റേറ്റ് 765 ഈ സാരി വന്നിരിക്കുന്നത്. ഇതൊരു ചെങ്കല്ല് ഷെയ്ഡിലാണ്, ചന്തേരി കോട്ടണിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. എല്ലാത്തിനും ആ എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നു. സൈഡിലൊരു ചെറിയൊരു ബോർഡർ. ഒതുങ്ങി കിടക്കുന്ന സാരി, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നത്, പെട്ടെന്ന് വെയർ ചെയ്യാൻ എളുപ്പമാണ്, വെയ്റ്റ് ലെസ്സാണ്. ഇതൊക്കെ ഈ സാരിയുടെ പ്രത്യേകതകൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് പ്ലേറ്റിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ തന്നെ കളറ് സെയിം, എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടാട്ടോ എംബ്രോയ്ഡറി വർക്ക്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് തന്നു വിട്ട് കഴിയുമ്പോൾ ഇതായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ, അത് കറക്റ്റ് തന്നെ വരണമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഓരോന്ന് തന്നെ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ഇത് മറ്റൊരു ഡിസൈൻ. ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ. ഉണ്ടോ, പല്ലുവിൽ വന്നിരിക്കുന്ന ആ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നു. സൈഡിലൊരു ബോർഡർ, ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് തന്നെ അല്ല, ഫുള്ളായിട്ട്, ഹാഫായിട്ടും അല്ല, ഫുള്ളായിട്ട് സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ പല്ലുവിലാണ് കേട്ടോ ഈ ഡിസൈനുകളുള്ള മാറ്റം. ഇത് മറ്റൊരു ഡിസൈൻ. റേറ്റ് 765 വന്നിരിക്കുന്നത്. മറ്റൊരു ഡിസൈൻ ചിക്കു ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. എല്ലാം നല്ല കളേഴ്സാണ്. ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. കളർ കുറഞ്ഞവർക്കും ആയാലും എല്ലാം നല്ലൊരു കളർ പാറ്റേൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. എംബ്രോയ്ഡറി വർക്കാണ്, സെൽഫായിട്ട് വന്നിരിക്കുന്നു. അതിൽ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. പ്ലേറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. വെയ്റ്റ് ലെസ്സാണ്, ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യുകയും വേണ്ട. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്നത്. പല്ലു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് വരുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല, മെറ്റീരിയലെല്ലാം സെയിം, കളറും സെയിം. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് തന്നെ ഇടുന്നില്ല, ഒരു മറൂൺ ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്താൽ സൂപ്പറായിരിക്കും. ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഫോണിൽ നമ്മൾ ഇപ്പോൾ ഓരോരുത്തരുടെ ഫോണിൽ ചിലപ്പോൾ ഈ കളറിനൊരു ഇച്ചിരി ഡിഫറൻറ്റ് വരും. അപ്പോൾ അങ്ങനെ ഡൗട്ടുള്ളവർ തീർച്ചയായിട്ടും അത് വീഡിയോ കോളിൽ വിളിച്ച് ആ കളർ കാണുക, കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, കാരണം ഒരു കറക്റ്റ് കളർ ആവണമെന്നില്ല, ചില കളേഴ്സ് കറക്റ്റ് വരില്ല. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സൈഡിൽ ആ ബോർഡർ വരുന്നു, വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതിൻ്റെ തന്നെ പല്ലുവിലുള്ള ഡിഫറൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഓരോന്നിനും ഓരോ എംബ്രോയ്ഡറി വർക്കുകളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഓരോന്ന് കാണിക്കും. മറ്റൊരു ഡിസൈൻ, ഒരു കളറിൽ തന്നെ പല ഡിസൈനുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സെപ്പറേറ്റ് ഇത് ഓരോന്ന് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ഒരു ലെമൺ യെല്ലോ മെറൂൺ കോമ്പിനേഷൻ, നല്ല രസമുണ്ടല്ലേ, നല്ലൊരു കോമ്പിനേഷനുമാണ്. റേറ്റ് 765. ചന്തേരി കോട്ടനാണ് സാരി.
പിന്നെ വെയ്റ്റ്ലെസ് ആണ്, നമുക്ക് വാഷ് ചെയ്യാം, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒത്തിരി അങ്ങോട്ട് ആർഭാടങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. സൈഡിൽ ചെറിയൊരു ബോർഡർ, ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലേറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ തന്നെ കളർ പല്ലുവിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. പല എംബ്രോയ്ഡറി വർക്കാണ് വരിക പല്ലുവിൽ. ഇതാണ് ഒരു ഡിസൈൻ വരിക. ബാക്കി ഇങ്ങോട്ടൊക്കെ ആ ഡിസൈനിലുള്ള പോലെ തന്നെ ഫ്ലവേഴ്സാട്ടോ ഇപ്പുറത്തേക്കും വരിക. മറ്റൊരു ഡിസൈൻ. ഇത് കുറച്ചുകൂടെ ചെറിയ സെൽഫായിട്ടുള്ളൊരു ഡിസൈൻ. അതിൻ്റെ ഉള്ളിൽ മെറൂണിൻ്റെ ചെറിയ ഫ്ലവേഴ്സ്, ഡോട്ട്സ് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. മറ്റൊരു ഡിസൈൻ. വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ ഓരോന്നിനും ആ ഡിസൈനുകളിൽ എംബ്രോയ്ഡറി വർക്കിലൊക്കെ ഒരു മാറ്റമുണ്ട്. അതാണ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.